ഹേ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുഡിംഗ് ആണ്. പുഡിംഗ് എന്നല്ലെങ്കിൽ നമ്മളിതിന്റെ ചോക്ലേറ്റ് മോസ് എന്നൊക്കെ പറയാം. നമ്മളിത് ഉണ്ടാക്കുന്നത് ചോറ് ഉപയോഗിച്ചാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോറാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് കൊക്കോ പൗഡർ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. ആദ്യം തന്നെ നമ്മളൊരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊരു ചെറിയ ബൗള് ചോറാണ് കേട്ടോ. അതും മുഴുവൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കൊക്കോ പൗഡർ ആണ് കേട്ടോ. ഇത് നമ്മളൊരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഷുഗർ ആണ് കേട്ടോ. ഇത് നമുക്ക് മിൽക്ക് മെയ്ഡ് ആയാലും യൂസ് ചെയ്യാം. ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. ജസ്റ്റ് ഞാനൊരു മൂടി മതി കേട്ടോ. ഇനി നമുക്കിത് അരയാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വെള്ളം നമുക്ക് വെള്ളത്തിന് പകരം പാലായാലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ബാക്കിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യേണ്ടത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഫ്രീസറിലോട്ട് വയ്ക്കാം. ഏകദേശം ഒരു 1 അവറെങ്കിലും ഫ്രീസറിൽ വയ്ക്കാം. ഗായ്സ്, അങ്ങനെ ഞാൻ ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മളൊരു 2 മണിക്കൂറിന് ശേഷമാണ് പിന്നെ എടുത്ത് നോക്കിയത്. സംഭവം നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി സാധനം കേട്ടോ. നമ്മൾ ചോറ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് തോന്നിയില്ല. പിന്നെ ഓവറായിട്ട് മധുരമില്ല. പക്ഷെ കൊക്കോ പൗഡർ ഇത്തിരി ചെറുതായി കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ കൂടുതലുണ്ട്. അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ചോറ് ബാക്കി വന്ന കൊക്കോ പൗഡറും പഞ്ചസാരയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.